फुल नाम क्या है? नाम क्या है? महेश महेश गोयल। ऐसे सर അന്തർ സംസ്ഥാന മോഷ്ടാവാണ്. ഇയാളുടെ സ്വദേശം ആസാമാണ്. ഇയാൾ ട്രിവാൻഡ്രത്ത് മോഷണം നടത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് 3 കേസുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 3 കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഇവിടെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഇയാൾ തൃശ്ശൂർ ജില്ലയിൽ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞാൽ നേരെ ട്രെയിൻ മാർഗം ട്രിവാൻഡ്രത്ത് പോകും. ഈ 2 ജില്ലകളാണ് ഇയാൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞാൽ അയാൾ നേരെ തൃശ്ശൂരേക്ക് വരും. അതിനുശേഷം ഇയാൾ ട്രെയിനിൽ സഞ്ചരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ തിരുനെൽവേലിക്ക് അടുത്തു നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇയാൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺസ് ഇയാൾ പിന്നെ ഉപയോഗിക്കാറില്ല, നമ്പറുകൾ ഇയാൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതൊരു ചലഞ്ചിങ് ടാസ്ക് തന്നെയായിരുന്നു. അതോടൊപ്പം പത്രമാധ്യമങ്ങളിലെല്ലാം തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നതുകൊണ്ട് ഹൈ പ്രഷറിലായിരുന്നു തൃശ്ശൂർ സിറ്റി പോലീസ്. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്തതിനൊപ്പം തന്നെ ACP അദ്ദേഹം എനിക്ക് മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ACP അദ്ദേഹത്തിൻ്റെ സ്ക്വാഡ് നമ്മുടെ സിറ്റി സ്ക്വാഡ്, സാഗോക്ക് എന്നറിയപ്പെടുന്ന സിറ്റി സ്ക്വാഡ് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. പളനിസ്വാമി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ സിറ്റി സ്ക്വാഡ് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ACP അദ്ദേഹത്തിൻ്റെ സ്ക്വാഡ്, അവർ 2 പേരുണ്ട് അല്ലേ, ഹരീഷും ദീപക്കും. പിന്നെ എൻ്റെ സ്ക്വാഡ് 2-3 പേരുണ്ട്. അജ്മലുണ്ട്, പിന്നെ ധനേഷ് ഉണ്ട്, പിന്നെ നമ്മുടെ സൂരജ് ഉണ്ട്. അപ്പോൾ ഈ സ്ക്വാഡുകാരെ ഇത് പിടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ പറയുമ്പോൾ അതിശയോക്തിയായിട്ട് കരുതും. അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. പിന്നെ ട്രേസ് ചെയ്യാനായിട്ട് സഹായിച്ചത് സൈബർ സെല്ലിലെ ഫീസ്റ്റോ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ ചില ടെക്നിക്കൽ പോർട്ടൽസിൻ്റെ കഴിവുകളാണ്, ടെക്നിക്കൽ നോ ഹൗ ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ സഹായം ഈ അറസ്റ്റിൽ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഫുട്ടേജസ് എൻ്റെ സ്ക്വാഡുകാർ തരും. തീർത്തും വിജനമായൊരു സ്ഥലത്ത് പോയി കാറ്റാടി മരങ്ങളുടെ കീഴിൽ ഇയാൾ ഒളിച്ച് കിടക്കുന്ന സമയത്താണ് സ്ക്വാഡ് അതിസാഹസമായി അവിടെ എത്തിയതും ഇയാളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളതും. ഇയാളെ വെസ്റ്റിലെ കേസുകളുണ്ട്. ഞങ്ങളുടെ ഈസ്റ്റിൽ ഇപ്പോൾ 2ാമത്തെ കേസാണ്. ഒന്ന് നിങ്ങൾ പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിൽ, പിന്നെ ഒന്ന് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള റീസെൻറ്റ്. അപ്പോൾ അത് വന്നപ്പോഴായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വാശിയായിരുന്നു, പിടിച്ചിട്ടേ പോകത്തുള്ളൂ. പല മോഷണ കേസുകളും മറ്റ് കേസുകളും റോബറി കേസുകളും എല്ലാം എൻ്റെ സ്ക്വാഡ് വളരെ ഭംഗിയായി പിടിച്ചിട്ടുണ്ട്. ഇല്ല, ഇയാളെ ഇതുവരെ പിടികൂടാൻ സാധിക്കാത്ത ഒരു ക്രിമിനലാണ്. ഇയാളെ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അതിവിദഗ്ധമായി മുങ്ങി നടക്കുന്ന ഒരു സ്ക്വാഡാണ്. ഞാനതാ പറഞ്ഞ സാഗോക്ക് നമ്മുടെ ടീം, സിറ്റി ടീമെന്ന് പറയുന്നത് അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തമ്പടിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ KSRTCയിലെ ആ ഒരു ഇതിന് ശേഷം തമ്പടിച്ച് തന്നെ അവിടെ കിടന്നിട്ട് ഇതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇവൻ അവിടെ നിന്ന് എസ്കേപ്പായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയായിരുന്നു.